ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഇൻസേർട്ട് എന്ന ടാബിൽ നിന്ന് പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് സ്റ്റോക്ക് ഇമേജസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഇമേജ് ലൊക്കേറ്റ് ചെയ്ത് ഇൻസേർട്ട് നൽകാം. ഈ ഇമേജ് നമ്മുടെ സ്ലൈഡ് മുഴുവൻ കവർ ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഞാൻ ഈ ഇമേജിന്റെ ഒരു കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി Ctrl D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. അതിനുശേഷം താഴെയുള്ള ഇമേജ് സെലക്ട് ചെയ്ത് ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ കളർ സെലക്ട് ചെയ്ത് അതിന്റെ സാച്ചുറേഷൻ 0 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം രണ്ട് ഇമേജും ഒരേപോലെ അറേഞ്ച് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹെഡിങ് ആഡ് ചെയ്യാം. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ നിന്നും ഇവിടെ കോപ്പി ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ സ്ലൈഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ ഈ ഹെഡിങ് സെലക്ട് ചെയ്ത് അതിനെ മൂവ് ചെയ്ത് ഈ ഒരു രീതിയിൽ വയ്ക്കുകയും അതിന്റെ ഫോണ്ട് സൈസ് പരമാവധി ഒന്ന് ചെറുതാക്കി നൽകുകയും ചെയ്യും. ഇതിലെ മുകളിലുള്ള ഇമേജ് സെലക്ട് ചെയ്ത് പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ക്രോപ്പ് സെലക്ട് ചെയ്ത് ആസ്പെക്ട് റേഷ്യോ 1:1 സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ഭാഗമാണോ ക്രോപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഈ ഒരു ഭാഗം നൽകുന്നു. വീണ്ടും ഞാൻ ക്രോപ്പ് നൽകുകയാണ്. ഇനി ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ഇതിന്റെ ബോർഡറിന്റെ വെയിറ്റ് നമുക്കൊന്ന് കൂട്ടി നൽകാം. അതുപോലെ തന്നെ അതിന്റെ കളറും ഒന്ന് വൈറ്റ് ആക്കി നൽകാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വിസിബിലിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാനായി ഞാൻ ഇതിന് ചുറ്റും ഒരു റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ച് നൽകി ഷേപ്പിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്ത് ട്രാൻസ്പെറൻസി ഒരൽപ്പം ഇൻക്രീസ് ചെയ്യുന്നു. ഷേപ്പ് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ. ഇനി ഇതിനെ സെൻഡ് ടു ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് ഈ റെക്റ്റാങ്കിളിന് ഒരു ഷാഡോ നൽകാം. ഷാഡോ ക്ലിക്ക് ചെയ്ത് ഏത് രീതിയിലാണോ വേണ്ടത് അതും സെലക്ട് ചെയ്ത് കളർ നമുക്ക് ആവശ്യമുള്ളതും സെലക്ട് ചെയ്യാം. ഇനി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് ആദ്യത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റ് സ്ലൈഡുകളും ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ സ്ലൈഡ് തന്നെ അവസാനമായി ഒന്നുകൂടി പേസ്റ്റ് ചെയ്ത് വെക്കും. ഇവിടെ ഞാൻ ഈ അവസാനത്തെ സ്ലൈഡിലുള്ള ഈ ഹെഡിങ് ഒന്ന് കോപ്പി ചെയ്ത് അതിന് തൊട്ടു മുമ്പുള്ള സ്ലൈഡിൽ സെൻറ്ററിലായി കീപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ സ്ലൈഡിൽ ചെയ്തതുപോലെ അതിന്റെ സൈസ് പരമാവധി കുറച്ച് ഈ ഒരു ബോക്സിന് പുറകിലായി സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ലാ സ്ലൈഡും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്യാം. അതിനായി ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും മോർഫ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. സോ ഇവിടെ നമ്മുടെ സ്ലൈഡ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരെ മനോഹരമായി തന്നെ മൂവ് ആവുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.